ഹായ് ഫ്രണ്ട്സ്, പ്രെപ്സ്കെയിൽ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. 2018 ആരംഭിച്ച ഈ ലേണിംഗ് ആപ്പ് 2020 നടന്ന പരീക്ഷ, PSC നടത്തിയ ഏറ്റവും വലിയ പരീക്ഷ, LPST UPST പരീക്ഷ, ഈ പരീക്ഷയിൽ അസൂയാർഹമായ വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി 730ഓളം ആളുകൾ, വിദ്യാർത്ഥികൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ ഈ ലേണിംഗ് ആപ്പിലൂടെ സാധിച്ചു. HST പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ 150-ലേറെ വിദ്യാർത്ഥികൾ ഈ ഞങ്ങളെ ലേണിംഗ് ആപ്പിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കി. പല ജില്ലകളിലും വിവിധ വിഷയങ്ങളിൽ 1ാം റാങ്ക് നേടിയതും ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ്. അങ്ങനെ അഭിമാനവും ചാരിതാർത്ഥ്യവുമുള്ള ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രത്യേക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപിടി അധ്യാപകർ, പരിചയസമ്പന്നരും വളരെ കാലം ഈ മേഖലയിൽ പ്രവർത്തിച്ച സമുന്നതരായ ഗുരുവര്യന്മാർ, അവരെ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക, അതൊരു പരമ്പരയാണ്. എല്ലാ അധ്യാപക ശ്രേഷ്ഠരെയും ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയും അവരുടെ നേട്ടങ്ങളും അവർ ഈ വിജയം കൈവരിക്കാൻ അവരെ സഹായിച്ച കാര്യങ്ങളും, അതോടൊപ്പം തന്നെ പുതുതായി പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഈ വീഡിയോയിലൂടെ അധ്യാപകർ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോവുകയാണ്. മാത്രമല്ല, ഈ വിജയം കൈവരിക്കുന്നതിൽ ഞങ്ങളെ സഹായിച്ച അധ്യാപകർ, അവരൊക്കെ തന്നെ വളരെ പ്രഗത്ഭരും പ്രശസ്തരുമാണ്. അവരുടെയൊക്കെ തന്നെ വ്യത്യസ്തമായ സ്ട്രാറ്റജികളിലൂടെയാണ് വിജയം കൈവരിക്കാൻ സാധിച്ചത്. അപ്പോൾ അവരെ പരിചയപ്പെടുത്തുകയാണ്. അത് ഒരു കൂട്ടം ആളുകളെ തന്നെ, ഒരു കൂട്ടം അധ്യാപകരെ ഈ പരമ്പരയിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും കൈകാര്യം ചെയ്ത അധ്യാപകരിൽ പ്രമുഖനായ ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറിനെയാണ്. ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഹി നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ. കാരണം മത്സര പരീക്ഷ എഴുതുന്ന, പ്രത്യേകിച്ചും LP UP KTET HST പരീക്ഷ എഴുതുന്ന, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ വി ബാലകൃഷ്ണൻ. ഡോക്ടർ വി ബാലകൃഷ്ണൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും അതുപോലെ തന്നെ ബോധനശാസ്ത്രവും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ഇൻ്റർവ്യൂവിനെ കുറിച്ചും അതുപോലെ തന്നെ അധ്യാപകർ നേടുന്ന വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ധാരകളെക്കുറിച്ചും വളരെ അധികം ആഴത്തിൽ പഠിച്ച ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അധ്യാപക ശ്രേഷ്ഠനാണ് ഡോക്ടർ വി ബാലകൃഷ്ണൻ. ഞങ്ങൾ ഈ പരമ്പരയിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നു. സർ, ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്. സർ, സാറിൻ്റെ ഈ വളരെ കാലമായി സാറ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള ഒരുപാട് കടമ്പകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ഒക്കെ തന്നെ നിങ്ങൾ വളരെ കാലമായി പഠിപ്പിക്കുന്നു. അപ്പോൾ സാറുടെ ഒരു ലഘു ജീവചരിത്രം എനിക്കറിയണം. സാർ എങ്ങനെയാണ് സാറിൻ്റെ വിദ്യാഭ്യാസം, ആദ്യകാല ജീവിതം, ഔദ്യോഗിക രംഗം ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ സാറിന് സ്വാഗതം. ഈ ലഘു ജീവിത ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഓക്കെ, എങ്കിലും ഞാൻ എൻ്റെ പഠനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. അതും ഒരു ഡിഗ്രി തലത്തിൽ ഉള്ളത് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ആഴത്തിൽ നമ്മൾ പറയാൻ പോയാൽ അത് കുറേ കൂടുതൽ സമയമെടുക്കും. സർ, ഞാൻ എൻ്റെ ഡിഗ്രി എക്സാമിനേഷൻ പൂർത്തിയാക്കുന്നത് 1985-ലാണ്. അത് പയ്യന്നൂർ കോളേജുണ്ട്, അതായത് പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതിനുശേഷം ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുന്ന വലിയ സർവകലാശാല. അതെനിക്ക് തോന്നുന്നതല്ല, തൃശ്ശൂർ മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. അപ്പോൾ 85-ലാണ് ഞാൻ ആദ്യമായിട്ടല്ല എൻ്റെ ഡിഗ്രി പാസ്സാവുന്നത്. ഓക്കെ, എൻ്റെ വിഷയം ഹിന്ദി ആയിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ ഹിന്ദി ആയിരുന്നില്ല ആദ്യം എടുത്തത്. ഞാൻ BSc കെമിസ്ട്രിക്കായിരുന്നു അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ കെമിസ്ട്രി ഞാൻ ഏകദേശം ഒരു 6 മാസം ഞാൻ BSc കെമിസ്ട്രി ഒരു കൊല്ലം ഇരുന്നു.
പിന്നീട് എനിക്ക് അതൊക്കെ ആയിട്ട് യോജിച്ച് പോകാൻ പറ്റാതായിട്ട് തോന്നി. പ്രത്യേകിച്ച് ലാബിലുള്ള എൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഒക്കെ ആ സമയത്തുള്ള അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും അതൊന്ന് മാറ്റിപ്പിടിക്കണം എന്ന് എനിക്ക് തന്നെ തോന്നിയാണ്. എൻ്റെ ഇൻറ്റേർണലായിട്ട് എനിക്ക് തന്നെ തോന്നിയതാണ്. എന്നെ ആരും ബാഹ്യമായിട്ട് യാതൊരു സ്വാധീനം ചെലുത്തിയല്ല. അപ്പോഴാണ് അറിഞ്ഞത് അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പയ്യന്നൂർ കോളേജിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു. അന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും പിന്നെ പയ്യന്നൂർ കോളേജിലും. സോ ബ്രണ്ണൻ കോളേജും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പയ്യന്നൂർ കോളേജിലൊക്കെ നല്ല സ്റ്റാൻഡേർഡായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് നല്ല അധ്യാപകരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ആ വർഷം എനിക്ക് ഒരു 87-ലാണ് പാസ്സാവുന്നത്. അന്ന് എനിക്ക് ബി എക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അതായത് ഞാൻ 6 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് ആ വർഷത്തെ ഏറ്റവും വലിയ മാർക്കായിരുന്നു. ആ വർഷത്തേന്ന് മാത്രമല്ല അതിന് മുന്നിലുള്ള വർഷങ്ങളിലെയും ഏറ്റവും വലിയ മാർക്ക്. പിന്നീട് ഞാൻ 87-ൽ പയ്യന്നൂർ കോളേജിൽ 85-ൽ അവിടെ നിന്ന് പയ്യന്നൂർ കോളേജിൽ നിന്ന് പാസ്സായി. പിന്നെ 87-ൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹിന്ദിയും പാസ്സായി. അപ്പോൾ അതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ മാർക്കായിരുന്നു. അതായത് ഏകദേശം 77% മാർക്ക്. പിന്നെ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ മാർക്ക് ഇന്നേ വരെ 87-ന് ശേഷം നമുക്ക് 13-ഉം 24-ഉം ഏകദേശം 37 കൊല്ലം കഴിഞ്ഞു. ഈ 37 കൊല്ലത്തിന് ശേഷവും ആ മാർക്ക് ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 88-ൽ ഞാൻ നമ്മുടെ കാലിക്കറ്റിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദിയിൽ അത് ഹിന്ദിയിൽ MA കഴിഞ്ഞു. പിന്നെ അവിടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ അത് കഴിഞ്ഞു. പിന്നെ 1988-ൽ നമ്മുടെ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ നിന്ന് B.Edഉം കഴിഞ്ഞു. B.Ed സാറിന് സെക്കൻഡ് റാങ്ക് ആയിരുന്നു. B.Edന് സെക്കൻഡ് റാങ്ക് ആയിരുന്നു. BA-ക്കും MA-ക്കും 1-ാം റാങ്കും. B.A-ക്കും MA-ക്കും 1-ാം റാങ്ക്, B.Edന് സെക്കൻഡ് റാങ്കും. പിന്നീട് സാറ് സെൻട്രൽ കേന്ദ്ര വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു അല്ലേ? അതെ. ഞാൻ 88-ൽ പിന്നെ B.Ed പാസ്സായിട്ട് 2-3 മാസം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ TGT ഹിന്ദി ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. സാർ പിന്നെ ഔദ്യോഗിക ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്തല്ലേ? റിട്ടയർ ചെയ്തു. അപ്പോൾ ഈ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഞാൻ ആകെ 1 വർഷം സർവീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കുമാണ് എനിക്ക് സെൻട്രൽ ഹോം മിനിസ്ട്രിയുടെ കീഴിൽ അതിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ഔദ്യോഗിക ഭാഷാ വിഭാഗത്തിൽ ഔദ്യോഗിക ഭാഷാ വിഭാഗം എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ ഭരണഭാഷാ വിഭാഗം. ഓക്കെ സാർ, ഒഫീഷ്യൽ ലാംഗ്വേജ് കേരളത്തിലും ഉണ്ട് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രൊമോട്ടായി. ദെൻ അഗെയിൻ പ്രൊമോട്ടഡ് ആസ് ഡെപ്യൂട്ടി ഡയറക്ടർ. പിന്നെ ആ സമയത്ത് സാർ ഡെപ്യൂട്ടേഷനിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ 1 വർഷം ജനറൽ മാനേജർ ഒഫീഷ്യൽ ലാംഗ്വേജസ്. സാറ് ഈ മനഃശാസ്ത്രം എന്ന മേഖലയിലേക്ക് വരാൻ കാരണം എന്താണ്? അത് സാറ് വളരെ ഒരു നല്ല ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കെപ്പോഴും ഒരു സോഷ്യൽ സബ്ജക്റ്റിനോട് വളരെ താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ഈ മലയാള മനോരമ പോലുള്ള പബ്ലിക്കേഷന് വേണ്ടിയിട്ട്, അതിനു മുമ്പ് മാതൃഭൂമിക്കൊക്കെ വേണ്ടിയിട്ട് ഈ ധാരാളം കോളംസ് എഴുതുമായിരുന്നു, പ്രത്യേകിച്ച് ഈ പരീക്ഷാ പരിശീലന രംഗത്ത്. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കെ എൻ്റെ ഉള്ളിൽ തന്നെ തട്ടിയ ഒരു വിഷയമായിരുന്നു ഈ സൈക്കോളജി എന്നുള്ളത്. കാരണം അന്ന് ഞാൻ സൈക്കോളജിയിലെ മനഃശാസ്ത്രത്തിലെ പല തത്വങ്ങളും അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് വി ക്യാൻ സേ. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോഴാണ് എനിക്കത് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി തോന്നിയത്. ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ സൈക്കോളജിയെക്കുറിച്ച് നന്നായി വായിച്ചു. ഞാൻ ആദ്യമായിട്ട് സൈക്കോളജിയെക്കുറിച്ച് വായിച്ച ഒരു മുഴുവൻ പുസ്തകം, അതായത് നമ്മുടെ ഹൊവാർഡ് ഗാർഡ്നർ എഴുതിയ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം. ആ പുസ്തകം ഞാൻ മുഴുവനും വായിച്ചു. അത് 1983 എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ അങ്ങനെ സൈക്കോളജി ചെറിയ ഭാഗങ്ങൾ പിന്നെ പുസ്തകങ്ങളിൽ കൂടിയും കൂടുതലും നെറ്റിൽ കൂടിയും ഞാൻ വായിച്ച്
ഞാൻ തന്നെ പഠിച്ചു. അത് എൻ്റെ സ്വന്തം ഇന്റേണൽ മോട്ടിവേഷൻ കൊണ്ടാണ് പഠിച്ചത്. ആരും നിർബന്ധിച്ചിട്ടല്ല. ഓക്കെ സാർ. ഈ പൊതുവെ LP UP പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു ശതമാനം മാർക്ക് ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും എന്ന മേഖലയിലാണ്. അപ്പോൾ അത്തരം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് സാറിന്? അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതെങ്ങനെ പഠിച്ചാൽ മാക്സിമം മാർക്ക് നേടാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ സന്ദർഭോചിതമായൊരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സാറും പിന്നെ നമ്മളെവിടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഞാൻ സാറിൻ്റെ ഒരുപാട് വീഡിയോ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് ഇവിടുന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ സാറിൻ്റെ ഒരു വീഡിയോ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സാർ റെക്കോർഡ് ചെയ്യായിരുന്നു. ഞാൻ ആ വാതിൽ അറിയാതെ തുറന്നപ്പോൾ സാറ് പറഞ്ഞു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്ന് സാറ് പറയുന്നത് എതിർച്ച എൻ്റെ ചെവിയിൽപ്പെട്ടു. പക്ഷെ ഞാൻ അതിന് മുമ്പ് പറഞ്ഞിരുന്നു എപ്പോഴും കൺസെപ്ച്വൽ ലേണിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. നമ്മൾ ആശയം മനസ്സിലാക്കിയിട്ട് വേണം എന്തും പഠിക്കാൻ. അത് ഈ സൈക്കോളജിയുടെ കാര്യമല്ല. സേ ഫോർ എനി കൈൻഡ് ഓഫ് സബ്ജക്റ്റ്. സോ അൺലെസ് ആൻഡ് അൺടിൽ യു നോ ദ ബേസിക് കൺസെപ്റ്റ് യു കനോട്ട് ഗെറ്റ് അലോങ് വിത്ത് ദാറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ആശയങ്ങൾ തമ്മിൽ ഒരു പൂർവാപര ബന്ധമില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പശു നമുക്ക് പാൽ തരുന്നു, പശുവിനെ കെട്ടിയിരിക്കുന്നത് പിന്നെ തെങ്ങിനാണ്, തെങ്ങിൻ്റെ മേലെ തേങ്ങയുണ്ട്, ഇങ്ങനെ പഠിച്ചു പോയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതും ഇനിയിപ്പോൾ പറയുന്നതും ഇനി പറയാൻ പോകുന്നതൊക്കെ ആയിട്ടൊരു മീനിങ് ഫുൾ കണക്ഷൻ ഉണ്ടാവണം. സോ ഞാനിപ്പോൾ ഇവിടെ പല ക്ലാസ്സുകൾ എടുക്കുന്നുമുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ, കൂടാതെ ധാരാളം ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഈ ലൈവ് ക്ലാസ്സിൽ പല കുട്ടികളും നമ്മളോട് ചോദിക്കുന്നു, സർ ഇതിനൊക്കെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, ഇതിനൊക്കെ ഷോർട്ട് കട്ടുകളുണ്ടോ, പിന്നെ അതേപോലെ തന്നെ കോഡുകളുണ്ടോ എന്നൊക്കെ. അപ്പോൾ സാറിനോട് ഞാൻ പറയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോടും പറയാണ്, അതായത് ഈ ടിപ്സിലൂടെയോ കോഡിലൂടെയോ അങ്ങനെയുള്ള ഷോർട്ട് കട്ടിലൂടെയോ നിങ്ങൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ അതെ. കാരണം സാറിന് തന്നെ അറിയാം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോഗ്നിറ്റീവ് തിങ്കർ ഉണ്ട്, ഡേവിഡ് പോൾ ഓസുബൽ. ഓസുബലിൻ്റെ ഏറ്റവും വലിയൊരു തിയറിയാണ് മീനിങ് ഫുൾ വെർബൽ റിസപ്ഷൻ തിയറി. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് 1965 ഓസുബൽ ആ തിയറി കൊണ്ടുവരുന്നത്. അദ്ദേഹം 2 തരത്തിലുള്ള ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് മീനിങ് ഫുൾ ലേണിംഗ്, മറ്റൊന്ന് മീനിങ്ലെസ് ലേണിംഗ് ആണ്. അപ്പോൾ ഈ റോട്ട് ലേണിംഗ് അതേപോലെ തന്നെ ബൈ ഹാർട്ട് ലേണിംഗ് ഇതൊക്കെ മീനിങ്ലെസ് ലേണിംഗ് ആണ്. ബിക്കോസ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇൻഫർമേഷനുമായിട്ട് ഒരു എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്കീമേ ഉണ്ടാവുമല്ലോ, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെയാണ് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ഒരു എക്സ്പീരിയൻഷ്യലായിട്ട് ഓർക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോന്നും വേറിട്ട പഠനങ്ങളായി നിൽക്കുകയാണ്. അത് യു മേ നോട്ട് ബി ഏബിൾ ടു ഇന്റേണലൈസ് ദാറ്റ് ഐഡിയ അല്ല. നമുക്കത് ആത്മവരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിനെ കൊണ്ട് കാര്യമില്ല. ഞാൻ സാറിന് ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ചില യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ ചില ആളുകളൊക്കെ കോഡിൽ കൂടി പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആളുടെ പേരുകളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ പ്രോമിനന്റ് തിങ്കേഴ്സ് ആണ് നമ്മുടെ മാക്സ് വെർദിമർ, കോഹ്ലർ, കോഫ്ക. അപ്പോൾ ഈ 3 പേരുടെ പേര്, ഈ 3 പേര് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബിൽ കൂടി ചാനലിൽ കൂടി ഒരാൾ പറഞ്ഞു കൊടുത്ത കോഡാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കൂട്ടുകാർ വന്നാൽ കോഫി കൊടുക്കണം. അതെ 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 അതെ. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വെറുതെ ഇരിക്കുമ്പോൾ എന്നുള്ളത് മഹാനായ സാറിന് മനസ്സിലായി. വെർദിമർ. പിന്നെ കോഫി, അതാണ്. അപ്പോ നമ്മുടെ മനസ്സിൽ നമുക്ക് ഇന്റേണലൈസ് ചെയ്യാൻ പറ്റാത്ത ഇത്തരം അൺവാണ്ടഡ് സ്കീമാസിനെ കൊണ്ട് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയെ നമ്മൾ നിറക്കുക. സാറിനറിയാലോ, നമ്മുടെ
നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ സെൻസറി ഓർഗാനിൽ കൂടി എന്തൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നുവോ അതൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നാണ് നമ്മളത് മെല്ലെ മെല്ലെ ലോങ് ടേം മെമ്മറിയിലേക്ക് ആകുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നമുക്ക് സ്ഥലം വേണം എപ്പോഴും. സോ ഇൻ ഓർഡർ ടു ഇൻകോർപ്പറേറ്റ് ഇൻ ദി ഐഡിയാസ് വി നീഡ് എ സ്പേസ് ദർ. ഓഫ് കോഴ്സ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റുന്നത്. ഓക്കെ സർ. പിന്നെ ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ ഈ അടുത്ത കാലത്ത് വലിയ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. കാരണം ഈ റോട്ട് മെമ്മറി പരിശോധിക്കുന്ന രീതി മാറ്റിയിട്ട്, കാരണം കുറേ ചോദ്യങ്ങൾ ഉരുവിട്ട് പഠിക്കുന്ന സമ്പ്രദായം മാറ്റിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാത്ത ഒരാൾക്ക് പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് നേടാൻ കഴിയാത്ത, കാരണം ഇത്തരം പരീക്ഷ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആവറേജ് ലേണറായിരിക്കും, അവർക്കൊരു 40% മാർക്കിൽ നിൽക്കും. പക്ഷേ റാങ്ക് ഉന്നതമായ റാങ്ക് ലഭിക്കണമെങ്കിൽ അയാൾ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കാം. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു വലിയ കടമ്പയാണ് പലർക്കും, കാരണം ട്രെയിനിങ് കാലഘട്ടത്തിൽ വേണ്ടത്ര പരിജ്ഞാനം അവർ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പിന്നെ ഇതുപോലുള്ള പല പല ചൊട്ടുവിദ്യകളിലൂടെ പഠിക്കുകയാണ് അവർ. അതായത് അത്തരം ചില ചൊട്ടുവിദ്യകളല്ലാതെ മനഃശാസ്ത്രം പഠിക്കാനുള്ള നല്ല രീതി എന്താണ് സാറിന് കൊടുക്കാനുള്ളത്? ഇത് പിന്നെ നമ്മൾ സാറ് പറഞ്ഞല്ലോ, നമ്മുടെ പരീക്ഷാ സമ്പ്രദായം ഒരുപാട് മാറ്റത്തിനും പരിഷ്കരണത്തിനും വിധേയമായിട്ടുണ്ട്. അതായത് ഞാനിപ്പോഴും ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ പറയാറുണ്ട്, പിന്നെ കുട്ടികൾക്ക് ഈ ഒറ്റ വാക്കിലുള്ള ചോദ്യം, ഒറ്റ ഉത്തരവാണ് വളരെ പ്രധാനം. അവർ പറയുന്ന അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമോ സാറേ എന്നാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഈ കാര്യം പരീക്ഷയ്ക്ക് കഴിയുമ്പോഴേ മനസ്സിലാക്കും. ഇപ്പോൾ ഒരു ചെറിയ ചോദ്യം, ഉദാഹരണത്തിന് ആൽഫ്രഡ് ബിനയുടെ ജന്മദേശം ഏതാണ് എന്ന് സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് ലോങ് ബിഫോർ 2005. പക്ഷെ 2024 യു കനോട്ട് എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾക്ക് എത്രത്തോളം ഒരു കാര്യം ഗ്രഹിക്കാൻ പറ്റും, ദാറ്റ് മീൻസ് നോളജ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നോളജിനും അപ്പുറം നോളജ് ചെയ്യുക, കോംപ്രിഹെൻഷൻ ലെവൽ, സിന്തസിസ്, അനാലിസിസ്. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ രീതിയിലേക്ക് നമ്മൾ വളരണം. അതിന് നമ്മൾ ആശയങ്ങൾ ഉൾക്കൊണ്ടേ പറ്റും. ബൈഹാർട്ട് പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ബൈഹാർട്ട് പഠിക്കുന്നത് ഈ പിന്നെ കാര്യകാരണ ബന്ധങ്ങളെ മനസ്സിലാക്കാതെയുള്ള ഒരു പഠന രീതിയാണ്. അപ്പോൾ അത്തരം പഠനം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് റീകോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് റീകോൾ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു അസോസിയേറ്റ് സംതിങ് വിത്ത് സംതിങ് എൽസ്. അല്ലാണ്ട് അൺലെസ് യു അസോസിയേറ്റ് തിങ്സ് പറ്റില്ല. അപ്പോൾ ഈ റോട്ട് ലേണിങ്ങിൽ നിങ്ങൾക്ക് ഒന്നിനോട് അസോസിയേറ്റ് ചെയ്യാനില്ല. റോട്ട് ലേണിങ്ങിന്റെ പ്രശ്നം ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയാണ്. ഒരു വെള്ളം കയറാറിയെ പോലെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയാണ്. ഈ യോസുബലൊക്കെ പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. യോസുബൽ പറഞ്ഞു, ഈ റോട്ട് ലേണിങ്ങിലും നിങ്ങൾ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്, ബട്ട് ദ ഓൺലി തിങ് ഈസ് ദാറ്റ് നോളജ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ നോളജ് കൊണ്ട് അവിടെ പ്രാധാന്യമില്ല. അങ്ങനെ പ്രാധാന്യമില്ലാത്തൊരു നോളജിനെ നമുക്ക് റികളക്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക്, ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞല്ലോ, സാറിനോട് ചോദിച്ചു എങ്ങനെയാണ് സൈക്കോളജിയിലേക്ക് വന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം, അതായത് ഞാനൊരു സ്ഥാപനത്തിന് വേണ്ടി കുറച്ചൊക്കെ എഴുതി തുടങ്ങുമ്പോഴാണ് ഈ എഴുതുന്ന പല സാധനങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാനതിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ അസോസിയേഷൻ കൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. ഈ കോഡ് പോലുള്ള പഠനത്തിൽ ഞാൻ ഇന്നലെ ഒരു കോഡിൽ കണ്ടതാ സാറ്. എനിക്ക് എന്നോട് തന്നെ ഒരു ഇത് തോന്നി. അതായത് ചോദക പ്രതികരണം എന്നുള്ളതിന് ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുത്ത കോഡാണ് ചോപ്ര. എന്ത് ചോപ്രയാണ് ഉദ്ദേശിക്കുന്നത്? കുറെ ചോപ്രകളുണ്ട്, നിഖിൽ ചോപ്ര, അനിൽ ചോപ്ര. എന്നിട്ട് അവരുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചു കൊടുക്കുക. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ ആശയം പഠിക്കുന്നത് തന്നെയല്ലേ? തീർച്ചയായും. കാരണം ഇപ്പൊ കോഡുകൾക്ക് വേണ്ടി നമ്മൾ കോഡ് പഠിക്കാൻ വേണ്ടി നമ്മൾ വേറെ പഠിക്കേണ്ടിയിരുന്നു. അത്തരം ഒരു അവസ്ഥയിലേക്ക് നീക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പല ന്യൂമോണിക്സ് തന്ത്രങ്ങൾ, ന്യൂമോണിക്സ് ഉണ്ട്. അതിപ്പോ
പിന്നെ ചങ്കിങ് ഉണ്ടാവും, നിമോണിക്സ്, അബ്രീവിയേഷൻ, ചങ്കിങ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതൊരു സ്ട്രാറ്റജി മാത്രമേ. ഇപ്പോൾ ഞാനും ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. അപ്പോൾ പഠന നേട്ടങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം, അല്ലെങ്കിൽ പഠന നേട്ടങ്ങളെ വിലയിരുത്തുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? അപ്പം ഞാൻ അവർക്ക് ഒരു അബ്രിവേഷൻ പറഞ്ഞു കൊടുത്തു. സ്മാർട്ട്, SMART, സ്മാർട്ട്. ഞാൻ പറഞ്ഞു S എന്ന് വെച്ചാൽ സ്പെസിഫിക്, M മെഷറബിൾ, R എന്താണ്, അറ്റൈനബിൾ. ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വേഗം കാര്യം മനസ്സിലാവും. അതാണ് ഒരു രീതി, ഒരു പ്രൂവൺ മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മുടെ LP-UP പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കോഡ് പോലുള്ള സമ്പ്രദായങ്ങളുടെ പിന്നാലെ പോയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം കളയരുത്. കാരണം അത് നിങ്ങളുടെ ബുദ്ധിയെ സ്പോയിൽ ചെയ്യും. അല്ല, മാത്രമല്ല ഈ കുട്ടികളൊക്കെ തന്നെ വലിയ ഉദാഹരണത്തിന് ജാം ബ്രൂണറുടെയും ഹൊവാർഡ് ഗാർഡനറുടെയും നോം ചോംസ്കിൻ്റെ ഒക്കെ തിയറി മനസ്സിലാക്കി വരുന്ന കുട്ടികളാണ്, സ്കിന്നറുടെ കോഗ്നിറ്റീവ് സൈക്കോളജി ഒക്കെ. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ പോലും ഇത്തരം ഈ കോഡുകൾ അവലംബിക്കുന്ന ഒരു രീതി വളരെ ദൗർഭാഗ്യകരമായ രീതിയാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നില്ല സൈക്കോളജിയിൽ മാത്രമാണ്, എല്ലാറ്റിലും ഇങ്ങനെ. കോഡ്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാർക്ക് PSC പരീക്ഷയ്ക്ക് കിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സാറ് നമ്മൾ തന്നെ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൽ ഈ വെറും കുട്ടികളുടെ അറിവ് പരിശോധിക്കുന്ന ഈ രീതി അതൊരു ശരിയായ രീതിയല്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ യശ്പാൽ കമ്മിറ്റിയുടെ 2005 കരിക്കുലത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ യശ്പാൽ അതിൻ്റെ ആമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, അതായത് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രം നാം എന്തിനാണ് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. പകരം ഉത്തരങ്ങൾ നൽകിയതിന് ശേഷം ആവശ്യമായ ചോദ്യങ്ങൾ നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നതല്ലേ നല്ലത്. സോ ഐ ഡു എക്സാക്ട്ലി റിമെമ്പർ ദ സെയിം വേർഡ്. അതായത് വി ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻ ടു അവർ സെൽഫ് that why we should ask question only to get the answers. Instead give the answers first and ask them to frame proper questions. ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ കുട്ടി സ്വയം ഉത്തരം കണ്ടെത്തും. ഇതേപോലെ അദ്ദേഹം പറഞ്ഞത് ഈ PSC നടത്തുന്ന ഇത്തരം പരീക്ഷയെക്കുറിച്ച് ആദ്യം നടത്തിയ, അതായത് 10-12 ക്ലാസ്സുകളിലെ പരീക്ഷ എന്ന് പറയുന്നത് വെറും ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വിസാണ്. നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്വിസ്. അവിടെ നിങ്ങളുടെ അറിവ് മാത്രമേ പരിശോധിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ രീതിയൊക്കെ നമ്മുടെ PSC സമ്പ്രദായം മാറി കുറെ കൂടി ആഴത്തിലുള്ള. ഇപ്പോൾ ഒരു പ്രോബ്ലം സിറ്റുവേഷനിൽ നിങ്ങൾ വന്ന് പെട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം, പ്രോബ്ലം സോൾവിംഗ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തു എത്തി. അങ്ങനെയുള്ള നമ്മുടെ ചോദ്യങ്ങളൊക്കെ. എനിക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, ആശയം മനസ്സിലാക്കി പഠിക്കുക ഒന്ന്. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഒരു സ്പെസിഫിക് റെസ്പോൺസ് ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു ഹാബിച്വൽ റെസ്പോൺസ് ലെവലിലേക്ക് നീങ്ങണം. സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാര്യത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് ഒരു ഹാബിച്വലൈസേഷനായി കൊണ്ടുവരണം. ഉദാഹരണത്തിന് നമ്മൾ നിത്യേന രാവിലെ എഴുന്നേറ്റ് പല്ല് കേൾക്കുന്നു, ഇത് ഒരു ഹാബിച്വൽ റെസ്പോൺസ് ലെവലാണ്. അതേപോലെ ഈ സൈക്കോളജി അല്ല, ഏത് വിഷയം ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന് സൈക്കോളജി പഠിക്കുന്നത് രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 4-5 മാസം, അതായത് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് വരെ ഇതേ സമയം നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഒരു വിഷയം ഒരേ സമയത്ത് കൂടുതൽ കാലം പരിശീലനം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ബെറ്റർ ആയിരിക്കും. അല്ലാതെ ഇന്ന് 5 മണിക്ക് പഠിച്ചു, നാളെ 8 മണിക്ക് പഠിച്ചു, മറ്റൊന്ന് 12 മണിക്ക് പഠിച്ചു, പിറ്റേന്നാൾ രാത്രി 7 മണിക്ക് പഠിച്ചു. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു ശീലവൽക്കരണം ഉണ്ടാവില്ല. സോ ഹാബിച്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ സാർ. സാറ് ഒരുപാട് പുസ്തകങ്ങൾ, അതായത് MT വാസുദേവൻ മഞ്ഞ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സാറാണ്. സാറ് ഏതൊക്കെയാണ് സാറിൻ്റെ പബ്ലിഷ്ഡ് വർക്ക്സ്
എന്തൊക്കെയാണ് പ്രൗഢമായ എൻ്റെ ഞാനീ പറഞ്ഞ മഞ്ഞ് യഥാർത്ഥത്തിൽ ഞാനൊരു കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഓക്കെ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രാൻസ്ലേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ പുസ്തകം കോഴ്സ് വർക്കിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പിന്നെ കോഴ്സ് വർക്കിന്റെ ഭാഗമായിട്ട് ഇറ്റ് വാസ് നെസസറി ടു ഗെറ്റ് ഇറ്റ് പബ്ലിഷ്ഡ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാതെ അതിന് വലിയ റീഡേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ കുറച്ച് കോപ്പികളെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് ഏതൊക്കെ ബുക്സ് പബ്ലിഷ് ചെയ്തത്? ഞാൻ മലയാള മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 9 ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 9 പുസ്തകം പബ്ലിഷ് 9. അത് UGC നെറ്റിനെ കുറിച്ച്, അതേപോലെ സെറ്റ് പരീക്ഷയ്ക്ക്, പിന്നെ കേട്ടറ്റ് പരീക്ഷയ്ക്ക്, പിന്നെ LP UPക്ക് 2 പുസ്തകങ്ങൾ, പിന്നെ നമ്മുടെ കഴിഞ്ഞ ഈ 2020 നവംബറിൽ നടന്ന നമ്മുടെ LP UP പരീക്ഷയില്ലേ, പരീക്ഷയുടെ ഇന്റർവ്യൂ ചിലപ്പോ ആദ്യമായിട്ടൊരു കേരളത്തിൽ ആദ്യമായി ഇന്റർവ്യൂ ആ ഒരു ബുക്ക് എഴുതിയത് ഇതാരാണ്. അതിന് 10 എഡിഷൻ ഉണ്ടായിരുന്നു. 10 എഡിഷൻ. ഒരുപാട് നല്ല അഭിപ്രായം ആളുകൾ. തീർച്ചയായും. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ LP UP പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഇന്റർവ്യൂവിന് വേണ്ടി പ്രത്യേക പരിശീലനം ആരംഭിക്കുന്നത് നമ്മുടെ പ്രൊഫ് സ്കെയിലാണ്. അപ്പോൾ ആ സമയത്ത് സാറ് എന്തെങ്കിലും നോട്ട്സ് PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്? അല്ല, നമ്മൾ ഈ പുസ്തകം ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. ആ പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ്. അതെ. ഇപ്പോൾ നമ്മളെ കുട്ടികളും ഇപ്പോൾ ഈ LP UP പരീക്ഷയൊക്കെ എഴുതി ഷോർട്ട് ലിസ്റ്റിൽ വരും. ഓക്കെ, പിന്നീട് അവർക്ക് 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ സപ്പോസ് നിങ്ങളോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഒരു അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, സാറ് നേരത്തെ പറഞ്ഞ ടിപ്സും ഈ റോട്ട് മെമ്മറിയും ഈ ബൈഹാർട്ട് ലേണിങ്ങും ഒന്നും അവിടെ ഗുണം ചെയ്യില്ല. അത് നിങ്ങളുടെ ഉൾക്കാഴ്ചയോടുകൂടി മാത്രമാണ് നല്ല ഉത്തരം കൊടുക്കാൻ. തീർച്ചയായും. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊരു ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, ഒരു പ്രോബ്ലം സ്റ്റുഡൻറ്റിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത്തരം പ്രായോഗിക ഒരു അധ്യാപകൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന, അതായത് സ്കൂൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, സാറിന് അറിയാം. അപ്പോൾ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളിയെ നമ്മൾ മുൻകൂട്ടി എങ്ങനെ കാണുന്നു. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന വലിയ ആൾക്കാരൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച്, ഉദാഹരണത്തിന് ഞാൻ അന്ന് പ്രൊഫ് സ്കെയിലിൽ പഠിപ്പിച്ച വാചകം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇറ്റ് വാസ് ലോങ് ബിഫോർ 4 years ബാക്ക്, അതായത് 3 years ബാക്ക്. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ കുട്ടികളുടെ മുന്നിൽ കൊടുത്തു. അതായത് എന്തുകൊണ്ട് നിങ്ങളൊരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് ഞാനതിന് പ്രോബബിൾ ആയിട്ടുള്ള കുറേ ആൻസേഴ്സ്. ആ പ്രോബബിൾ ആൻസേഴ്സിൻ്റെ മോസ്റ്റ് പ്രോബബിളായ ആൻസർ എന്താണ്, എന്തുകൊണ്ടാണ് അത് പ്രോബബിൾ ആയത്? ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കേട്ടാൽ നമുക്ക് തോന്നും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ടീച്ചർമാരാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കും ടീച്ചറാകാൻ. ഈ ഉത്തരത്തിൽ പ്രഥമ ദൃഷ്ടിയ തെറ്റൊന്നുമില്ല, കേൾക്കുമ്പോൾ തെറ്റൊന്നുമില്ല. ബട്ട് ഇറ്റ് വിൽ നോട്ട് ഫെച്ച് യു മാർക്ക്. ക്ലീശ. പിന്നെ മറ്റൊന്ന് എന്താണ്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനമല്ലേ. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റെന്ത് കാര്യമുണ്ട് ലോകത്ത്. സോ ദീസ് ആർ ഓൾ ജനറൽ ആൻസേഴ്സ്. സ്പെസിഫിക് ആയ ആൻസേഴ്സ്. അത് നിങ്ങൾ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ, അപ്പം ഞാൻ അന്ന് പ്രൊഫ് സ്കെയിലിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ആ ഉത്തരം എങ്ങനെ തുടങ്ങണം, കുട്ടികൾ എങ്ങനെ തുടങ്ങണം, അപ്പം ഞാനത് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. അതായത് ഒരു ഡ്രമാറ്റൈസേഷൻ മെത്തേഡിൽ. അതായത് സർ, വളരെ നല്ല ചോദ്യമാണെന്ന് ചോദിച്ചത്. ഇപ്പോഴെനിക്ക് റൂസോയുടെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. ശിശു ഒരു പാഠപുസ്തകമാണ്, ആ പുസ്തകത്തിൻ്റെ ഓരോ പേജും നിങ്ങൾ സസൂക്ഷ്മം വായിക്കണം എന്ന് വെച്ച് ഞാൻ ആ ചോദ്യത്തിന് ആ കൊട്ടേഷനിൽ വെച്ച് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായും നൽകി കൊടുത്തു.
അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും സാറ്റിസ്ഫൈഡായി. പക്ഷെ ഈ ഒരു ഉത്തരം അവരൊരിക്കലും മനസ്സിൽ കരുതിയിരുന്നില്ല. അതെ 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 അതെ. അപ്പം നമുക്ക് എപ്പോഴും റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ഉത്തരങ്ങൾ. ഓക്കെ സാർ. പിന്നെ ഈ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ പുതിയ പാഠ്യപദ്ധതി കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ പുതിയ പാഠ്യപദ്ധതിയിൽ ഭാഷാ വിഷയങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഓക്കെ, നല്ല ചോദ്യമാണ് സാറേ. നല്ല ചോദ്യം എന്ന് വെച്ചാൽ അത് കൂടുതൽ റിലവൻ്റായ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2020 ജൂലൈ 29 നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം NEP 2020 പ്രാബല്യത്തിൽ വരുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ അതിന് അവസാന അംഗീകാരം കൊടുക്കുന്നത് ജൂലൈ 29 ഈ പലപ്പോഴും നമ്മൾ ഈ വിദ്യാഭ്യാസ നയത്തിനെതിരെ, ഏത് വിദ്യാഭ്യാസ നയം വന്നാലും അതിനെതിരെ കുറെ പ്രക്ഷോഭം, അത് സ്വാഭാവികമാണ്. കാര്യങ്ങൾ ഡീപ്പായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ സാറിന് അറിയാം, ഈ ഇന്ന് അതായത് നമ്മൾക്ക് ആകെ 3 വിദ്യാഭ്യാസ നയം ഉണ്ടാവുന്നു. ഒന്ന് 1968 നയം, പിന്നെ രണ്ടാമത് 1986 ആ നയം കഴിഞ്ഞ് ഏകദേശം 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പുതിയ നയം ഉണ്ടാവുന്നത്. അപ്പം ഈ 3.5 പതിറ്റാണ്ടിനുള്ളിൽ ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. ലോകം റാഡിക്കലി ചേഞ്ച്ഡ്. റാഡിക്കലി ഇൻ ദ സെൻസ് ദാറ്റ് ആ സമയത്തൊക്കെ നോളജ്, ഫണ്ടമെന്റൽ നോളജ് ഡബിൾ ആവണമെങ്കിൽ 10 വർഷമൊക്കെ എടുത്തിരുന്നു. ഡ്യൂറിങ് വിത്തിൻ 1 ഇയർ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോളജിൻ്റെ ഒരു പെനട്രേഷനും അതിൻ്റെ ഒരു പ്രൊപ്പഗേഷനും അത് ഡബിളൊക്കെ ആവുന്ന സാഹചര്യത്തിലാണ് വി ടുക്ക് 3.5 decades ടു ഗെറ്റ് അനദർ പോളിസി. അത് ഒരു അങ്ങനെ പാടില്ല, പക്ഷെ എങ്കിലും നമുക്ക് വന്നു. ഇതിൽ സാറിനെ അറിയാം 4 കരിക്കുലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 4 കരിക്കുലം. ഇതുവരെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ആകെ ഓരോരോ കരിക്കുലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഈ 2020 പോളിസിയിൽ 4 കരിക്കുലം, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടി ഒരു കരിക്കുലം, ദാറ്റ്സ് കോൾഡ് പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി ഒരു കരിക്കുലം ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ രാജ്യം. ഐ ഡോണ്ട് നോ വെദർ ലോകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കരിക്കുലം ഉണ്ടോ. പ്രീ പ്രൈമറി ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രീ പ്രൈമറി സ്റ്റുഡൻസ്. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2 സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി വേറെ കരിക്കുലം. നമ്പർ 3 പിന്നെ അഡൽട്ട് എഡ്യൂക്കേഷന് വേണ്ടി വേറെ കരിക്കുലം. നമ്പർ 4 ടീച്ചർ എഡ്യൂക്കേഷൻ കരിക്കുലം. അഡൽട്ട് എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ, പിന്നെ പ്രീ പ്രൈമറി. അതെ, അഡൽട്ട് എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, ഇതിനു വേണ്ടി. അതേപോലെ അഡൽട്ട് എഡ്യൂക്കേഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്ത ഒരു ഏരിയ, അതും നെഗ്ലക്ട് ചെയ്ത ഏരിയയാണ്. പിന്നെ പ്രീ പ്രൈമറി ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, പക്ഷെ സെപ്പറേറ്റ് കരിക്കുലം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് കരിക്കുലം ഉണ്ടാകുന്നത്. 4 ഡിഫറെന്റ് കരിക്കുലം. ദാറ്റ് ഈസ് വെരി അപ്രീഷിയബിൾ ആണ്. പക്ഷേ ഭാഷാ വിഷയങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ മറ്റൊന്നുകൂടി എൻ്റെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ നമ്മുടെ GDPയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 4% വേണ്ടി മാത്രമാണ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. സോ പുതിയ വിദ്യാഭ്യാസ നയം അത് 6% ആക്കണം. സോ ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി കൂടി വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെക്കണം എന്നുള്ളൊരു പുതിയ രീതിയിലേക്ക് പോവാണ്. പിന്നെ വി എയിം അറ്റ് 50% ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ബൈ 2030. ഇതൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പല ഇതും. പിന്നെ കുറേ കോഴ്സുകൾ നമ്മൾ 3 ഇയർ കോഴ്സ് 4 ഇയർ കോഴ്സ് ആകുന്നു. മാത്രമല്ല അതിൽ പിന്നെ എന്താണ് മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ്. ഒരു ഡിഗ്രി കോഴ്സിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം, എപ്പോൾ വേണമെങ്കിലും മാറും. എന്നിട്ട് നിങ്ങൾ എവിടെ വെച്ചാണോ വിട്ടു മാറിയത് അതിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പ്രവേശിക്കാം 5 കൊല്ലം കഴിഞ്ഞിട്ട്. സോ എനി ടൈം വി കൻ enter into the course and at any time we can exit also. അപ്പോൾ പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ പിന്നീട്, ഉദാഹരണത്തിന് വിവാഹമൊക്കെ കഴിഞ്ഞ് 2 വർഷം പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചോ, അല്ലെങ്കിൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്കൊരു പാർട്ട് ടൈം വർക്കിന് പോകേണ്ടി വന്നു, അപ്പോൾ 2 വർഷം പഠിക്കാൻ പറ്റിയില്ല.
അപ്പോൾ ആ കുട്ടികൾക്ക് ആ പഠനം അവിടെ വെച്ച് നിർത്തി പിന്നെ 2 വർഷം കഴിഞ്ഞ് വീണ്ടും ആ ലെവലിൽ വെച്ച് ദേ കൻ സ്റ്റാർട്ട് ദെയർ കോഴ്സ്. ഇതൊക്കെ നല്ല വീക്ഷണമുള്ള നമ്മുടെ കസ്തൂരി രംഗനും TSR സുബ്രഹ്മണ്യമാണ് അതിൻ്റെ പിന്നിൽ വർത്തിച്ചത്. പിന്നെ പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പിന്നെ ഈ ടീച്ചിങ് ലേണിംഗ് പരിഷ്കരിക്കാൻ വേണ്ടി 5100 കോടി രൂപയുടെ പദ്ധതിയാണ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയുള്ള പദ്ധതിയാണ്. പിന്നെ MPhil കോഴ്സുകൾ നിർത്തലാക്കി PhD കോഴ്സുകളാണ്. അങ്ങനെ പിന്നെ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സുകൾ. ഓക്കെ. പിന്നെ നമ്മുടെ UGC പോലുള്ള സംവിധാനം ഇല്ലാതാവുന്നു എന്ന് പറയുന്നു കേൾക്കുന്നു. പകരം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം വരാൻ പോവുകയാണ്. പിന്നെ യൂണിവേഴ്സിറ്റികൾ ഗവേഷണത്തിനും പഠനത്തിനും വേണ്ടി വെവ്വേറെയാവുന്നു. ഇപ്പൊ രണ്ടും ഒന്നാണല്ലോ. അതെ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേറെ വിഭാഗമായി മാറുന്നു. അതെ സാർ, ഇനി ചോദിക്കാം. സാറ് പറഞ്ഞ ഭാഷാ വിഷയം ഞാൻ വന്നില്ല. അതായത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് സാറിന് നന്നായിട്ട് അത് അറിയാം. അതായത് നമ്മൾ എന്ത് വിഷയം പഠിപ്പിച്ചാലും, അതായത് ലെറ്റ് ഇറ്റ് ബി സയൻസ് ഓർ മാത്സ് ഓർ വാട്ട് എവർ ഇറ്റ് മീൻസ്, വിഷയം ഏതും ആയിക്കോട്ടെ, ഈ വിഷയം നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് ഭാഷയിൽ കൂടിയാണ്. തീർച്ചയായിട്ടും. എന്തിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണെന്ന് വെച്ചോ, പക്ഷെ ഭാഷയില്ലാതെ നമുക്കത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ ഇത് ഒരു വെർബൽ ബിഹേവിയറാണ് ഭാഷ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് സ്കിന്നറൊക്കെ ലാംഗ്വേജിനെ പറഞ്ഞത് വെർബൽ ബിഹേവിയർ എന്നാണ്. ഓക്കെ. ഈ ഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. പിയാഷെ, വൈഗോട്സ്കി, വോർഫ്, പിന്നെ സാപ്പിയർ, ചോംസ്കി ഒക്കെ ഭാഷയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണക്ക് പഠിപ്പിച്ചോളൂ. A+B² = A² + 2AB + B². ഓർ സയൻസ് ആയിക്കോട്ടെ, E=mc². ഇത് എന്ത് തന്നെ നിങ്ങൾ പഠിപ്പിച്ചാലും യു ആർ ടീച്ചിങ് ഇറ്റ് ത്രൂ ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം, പഠനത്തിൽ ഉടനീളം ഭാഷയാണ്. എന്ത് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, പക്ഷെ ആ കൺസെപ്റ്റ് നിങ്ങളിൽ എത്തിക്കാൻ there should be a bridge or there should be a medium. അതാണ് മീഡിയം ഭാഷയാണ്. ഏത് ഭാഷ എന്നുള്ളത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ, അത് രണ്ടാമത് വരുന്ന കാര്യമാണ്. പക്ഷെ ഇതാണ് ഈ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. അതേപോലെ നമ്മൾ ഇതിലും ഉണ്ട് നമ്മുടെ IT അക്രോസ് കരിക്കുലം മറ്റൊരു സംവിധാനം. അതായത് പണ്ട് നമ്മൾ ഈ IT കേരളത്തിൽ 2005 IT പഠനം കേരളത്തിൽ നിർബന്ധിത വിഷയമാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൈറ്റ് പിന്നീട് വന്നതാണ് 2017. അന്ന് IT അറ്റ് സ്കൂൾ. നമ്മുടെ APJ അബ്ദുൽ കലാം ഒക്കെ വന്ന് വിക്ടേഴ്സ് ചാനലൊക്കെ വന്നതിന് ശേഷമാണ് ഇത് നമ്മളൊരു പഠന വിഷയമാക്കുന്നത്. അപ്പോൾ അന്ന് ഒരാഴ്ചയിൽ 6 പ്രവൃത്തി ദിവസം ഉണ്ടെങ്കിൽ ഇതിൽ ഒരു പീരീഡ് ആയിരുന്നു ITക്ക്. അപ്പോൾ അന്ന് ഈ IT എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? അധ്യാപകന് ഒരു കമ്പ്യൂട്ടറുമായിട്ട് അധ്യാപകൻ അവിടെ വരും, എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, ഇതാണ് മൗസ്, ഇതാണ് മോണിറ്റർ, ഓക്കെ, ഇത് ഇൻപുട്ട് യൂണിറ്റ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ 2 മെമ്മറി ഉണ്ട്, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓവർ മെമ്മറി. ഇത്രയും പറഞ്ഞു കൊടുത്ത് പോയി അധ്യാപകൻ. അവിടെ കുട്ടികൾക്ക് കിട്ടുന്നത് വെറും സൈദ്ധാന്തികമായ അറിവാണ്. അപ്പോൾ IT കുറിച്ചുള്ള പ്രായോഗികമായ അറിവ് കുട്ടികൾക്ക് കിട്ടുന്നില്ല. എന്തിനാണ് നമ്മൾ ഏത് വിഷയം നിങ്ങൾ പഠിപ്പിച്ചോ അത് IT എനാബിൾഡ് ആയിട്ട് പഠിപ്പിക്കുക. കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിക്കോട്ടെ, അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് വിഷയവും മനസ്സിലായി, IT മനസ്സിലായി. അപ്പോൾ അത് 2 നല്ല ഡെവലപ്മെന്റ് ആണ്. IT അക്രോസ് കരിക്കുലം along with language across curriculum. Okay, അത് പുതിയ പാഠ്യപദ്ധതിയിലെ ഒരു പോസിറ്റീവ് പാഠ്യപദ്ധതിയല്ല, അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ അത് ഈ കരിക്കുലം ഫ്രെയിംവർക്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ സർ, എൻ്റെ ചോദ്യം ഇതാണ്.
അതായത് ഈ LP UP പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശ്രോതാക്കൾ. അതെ. നമ്മളെ അപ്പോൾ അവർക്ക് സൈക്കോളജി എന്ന വിഷയം, എഡ്യൂക്കേഷൻ സൈക്കോളജി, ബോധനശാസ്ത്രം, അതായത് വിദ്യാഭ്യാസവും ശിശുമനഃശാസ്ത്രവും ബോധനശാസ്ത്രവും, ഇത് പഠിക്കാനുള്ള ശരിയായ വഴികൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചാണ്. അതെങ്ങനെ തുടങ്ങണം, അതെങ്ങനെ ഹൗ ടു ലേൺ, വാട്ട് ടു ലേൺ ആൻഡ് വേർ ടു ലേൺ, അതാണ് പറയേണ്ടത്. നമ്മൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമ്മൾ പിന്നെ പ്രപ് സ്കെയില് തന്നെ പുറത്തിറക്കിയ പുസ്തകമാണ്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ സാറേ നമ്മുടെ PSC കുറച്ച് സിലബസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുറേ സിലബസ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിലബസുകൾ ഇതിനൊന്നും ഒരു സ്പൈറൽ സ്വഭാവമില്ല. ഒരു ടോപ്പിക് ഒരു സ്ഥലത്ത് കൊടുത്തു, ആ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള ഒരു ടോപ്പിക്ക് മറ്റെവിടെയോ കൊടുക്കും. ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അവരെപ്പോഴും പറയുന്നത് പിന്നെ ടോപ്പിക് വൈസ് ക്ലാസ് വേണം. ഞാനൊരു കാര്യം പറയാം. ഇതിൽ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. 4-മത്തെയോ 5-മത്തെയോ ടോപ്പിക്കാണ്. പക്ഷേ മറ്റൊരു സ്ഥലത്ത് മനഃശാസ്ത്ര പരീക്ഷണങ്ങളുണ്ട്. അത് 15-മത്തെ 16-മത്തെ ടോപ്പിക്കാണ്. ആക്ച്വലി ഇത് ഒന്നിൻ്റെ എക്സ്റ്റൻഷനാണ് മറ്റൊന്ന്. ആദ്യം നമുക്ക് മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ പറഞ്ഞാൽ മാത്രമേ പിന്നെ അതിൻ്റെ ഗവേഷണ ഉപാധികളും ടൂൾസും പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. സോ ഇത് രണ്ടും ക്ലബ് ചെയ്ത് പഠിപ്പിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എവിടെയും ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പഠനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, സമീപനങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ നിയമവും സിദ്ധാന്തവും സമീപനവും ഉണ്ടാക്കിയത് ആരാണ്? പാവ്ലോവും സ്കിന്നറും ഗോഡ്സ്കി, ഇവരൊക്കെ തന്നെയാണ്. പക്ഷെ മറ്റൊരു ഘട്ടത്തിൽ ഇവരെ കുറിച്ച് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴെപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ പഠിക്കുമ്പോൾ അതിനൊരു ഹോളിസ്റ്റിക്കായി പഠിക്കുക. അല്ലേ? So in order to breaking it down into fragments, you take it as a holistic subject. അതുകൊണ്ട് വിഷയം മൊത്തത്തിൽ മനസ്സിലാക്കുക. അങ്ങനെ മൊത്തം. ഉദാഹരണത്തിന് മനഃശാസ്ത്ര സാധാരണയായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഒന്ന് ലേണിംഗ്, മറ്റത് ഇന്റലിജൻസ്, മറ്റത് പേഴ്സണാലിറ്റി. ഈ 3 ഏരിയ കൃത്യമായി നോക്കിയാൽ എല്ലാം വരും. ഈ പഠനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, സമീപനങ്ങൾ, അതാണ് ഏറ്റവും പ്രോമിനന്റ് ഏരിയ. അത് ലേണിംഗ് തിയറീസ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ചോദ്യങ്ങൾ ലേണിംഗ് തിയറീസിനെ കുറിച്ച് ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ചോദ്യങ്ങളൊന്നും നേരിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള സൂപ്പർഫിഷ്യലായുള്ള ചോദ്യങ്ങളായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ പാവ്ലോവിൻ്റെ കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറുടെ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇത് പഠിച്ചാൽ പോരാ. നിങ്ങൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ് തമ്മിലുള്ള ഡിഫറൻസ് ഡീപ്പായിട്ട്, ആൻഡ് ഹൗ ഇറ്റ് ഈസ് ബീങ് അപ്ലൈഡ് ഇൻ ദ ക്ലാസ് റൂം. ഇപ്പോൾ ഒരേ കാര്യം തന്നെ നമുക്ക് കുട്ടികളിൽ പഠന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവ്ലോവിയൻ കണ്ടീഷനിങ് ഉപയോഗിക്കാം, സ്കിന്നറിയൻ കണ്ടീഷനിങ് ഉപയോഗിക്കാം. ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മാറി മാറി ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്ത് ആഴത്ത് പഠിക്കുക, ഒന്ന്. പിന്നെ അതേപോലെ ഒരു പ്രധാനപ്പെട്ട സാറ് പറഞ്ഞു തന്നെ ഇന്റലിജൻസ് 6-7 ഇന്റലിജൻസ് തിയറീസ് ഉണ്ട്. അതിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം ഇല്ലാത്ത ഒരു PSC ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ പഠനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, അതേപോലെ പിന്നെ ബുദ്ധി, പിന്നെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, പിന്നെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള പാഠ്യപദ്ധതി സമീപന രേഖ, അതേപോലെ ചട്ടക്കൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്രാവശ്യം ഇതിൽ പുതിയ പുതിയ ടോപ്പിക്ക്, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ഇങ്ങനെ പുതിയ 3 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്ന് ആഴത്തിൽ ചോദ്യം വരുന്നു. പക്ഷേ എങ്കിലും 1-2 ചോദ്യങ്ങൾ വന്നെങ്കിലായി, ഇല്ലെങ്കിലില്ല. അപ്പോൾ ഈ വിഷയങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങളുടെ ബോധനശാസ്ത്രവും, അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇപ്പം മലയാളം പഠിപ്പിക്കുന്നതിൻ്റെ രീതി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ ഭാഷ എങ്ങനെ
പഠിക്കാം, പഠിക്കാം. എങ്ങനെ ആർജിക്കാം. അതിന്റെ ലേണിംഗ് അക്വിസിഷൻ അല്ല, ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് ലേണിങ്ങും ലാംഗ്വേജ് അക്വിസിഷനും അതിന്റെ ഡിഫറൻസ് അത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബിക്കോസ് ഇപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് പ്രോസസ് ആണ്, അക്വിസിഷൻ അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാം. കോൺഷ്യസ് ലാംഗ്വേജ് ലേണിംഗിൽ നമ്മൾ ലാംഗ്വേജസ് ലേൺ അതെ 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 ഓക്കെ സർ. മറ്റേതൊരു സിസ്റ്റമാണ്. അപ്പോൾ പൊതുവേ ബാലകൃഷ്ണൻ സാറ് നമുക്ക് വളരെ 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 അത്യാവശ്യമായി, അതായത് ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെ പഠിക്കണം, മനഃശാസ്ത്രം എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു രൂപരേഖ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പം പ്രൊഫഷണൽ ലേണിംഗ് ആപ്പിന് വേണ്ടിയിട്ട് ബാലകൃഷ്ണൻ സാറ് ഞങ്ങളോട് വളരെ സഹകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പുസ്തകം വിദ്യാഭ്യാസവും ശിശു മനഃശാസ്ത്രവും ബോധശാസ്ത്രം എന്ന പുസ്തകം ബാലകൃഷ്ണൻ സാറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണിത്. അദ്ദേഹം ചീഫ് എഡിറ്റർ ബാലകൃഷ്ണൻ സാറാണ്. അപ്പം ഈ പുസ്തകം വളരെ വളരെ എന്താണ് നമ്മുടെ അടുത്ത് നമ്മളെ വളരെ ചെറിയ, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളുകൾക്കും എല്ലാത്തിൻ്റെയും മലയാള ടെർമിനോളജി ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വളരെ ഒതന്റിക് ആയ ഒരു പുസ്തകമാണ്. പിന്നെ ഈ പുസ്തകം വളരെ സഹായിക്കും. ഒരുപാട് ഡയഗ്രാംസ് ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ധാരാളം ചോദ്യങ്ങൾ, പ്രോബബിൾ ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ബാലകൃഷ്ണൻ സാറ് തയ്യാറാക്കിയതാണ്. അപ്പം ഈ പുസ്തകവും നിങ്ങൾക്ക് വളരെ സഹായിക്കും. അപ്പം എല്ലാവിധ വിജയാശംസകളും അതുകൊണ്ട് ഞങ്ങളോട് ഇത്തിരി നേരം സംസാരിച്ച് ബാലകൃഷ്ണൻ സാർ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിജയാശംസകളും നന്ദിയും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, പരീക്ഷ എഴുതുന്ന എല്ലാ എല്ലാവർക്കും എൻ്റെ കൂടെ സ്നേഹാശംസകൾ. ഒരു നല്ല സാമൂഹ്യ ജീവിതം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.